ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി നമ്മൾ ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ഒരു 4-5 ദിവസം 1 വീക്ക് ആകുന്നു ഓൾമോസ്റ്റ്. ബിസി ആയിരുന്നു. ആൻഡ് ഇപ്പോൾ ഇനി ഒരാഴ്ച ഫുൾ ഓഫ് അവധികളാണല്ലോ. ഓണം കഴിഞ്ഞിട്ട് പ്രോപ്പർലി അങ്ങനെ വീഡിയോസൊന്നും ഞാനിങ്ങനെ എടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടി. അപ്പോൾ ഞാൻ ലാസ്റ്റ് നിന്ന് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് കോണ്ടൻറ്റ്സ് ആണ് ഇനി വേണ്ടതെന്ന്. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഹോൾ വീഡിയോ. സോ ഐ ആം ഹിയർ വിത്ത് എ കുട്ടി ഹോൾ. ലൈക്ക് കുറേ കൂടെ സാധനങ്ങളുണ്ട്. ഞാൻ സവാന എന്നും കുറച്ച് ഇൻസ്റ്റഗ്രാം പേജ് എനിക്ക് അയച്ചു തന്നതും അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ കുറച്ച് ഷൂട്ട്സ് ഇനി വരുന്നുണ്ട്. അപ്പോൾ അതും ഒക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതും കൂടെ ചേർത്ത് ഈ ഒരു വീഡിയോയിൽ കാണിക്കണം എന്നായിരുന്നു. കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഉള്ള കുറച്ച് ബ്യൂട്ടി സ്കിൻ കെയർ ഐറ്റംസ് വെച്ചിട്ടുള്ളൊരു ഹോൾ വീഡിയോ നമുക്ക് കാണാം. ആൻഡ് ഇപ്പം പേർപ്പിൾ നൈക്കിയിലൊക്കെ ഭയങ്കര സെയിൽ നടക്കണം. എസ്പെഷ്യലി പേർപ്പിളിലൊക്കെ നല്ല ഡിസ്കൗണ്ട്സ് ഉണ്ട്. എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ മേടിച്ചു. സോ നിങ്ങൾക്കും എന്തെങ്കിലും വേണമെങ്കിൽ പോയി വാങ്ങിക്കാം. ആൻഡ് ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നതാണ്. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലിപ് ഗ്ലോസ് മാത്രം ഇട്ടിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇപ്പോൾ മഴയാണ്, വെട്ടമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഒബ്വിയസ്ലി ഇതിപ്പോൾ രാത്രിയാണ് അഫ്കോഴ്സ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ലൈറ്റിൻ്റെ വെട്ടത്തിലും കൂടി ഇരുന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പ്ലീസ് ടു അഡ്ജസ്റ്റ് വിത്ത് മീ. അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് ഫ്ലിപ്കാർട്ടിൽ ഞാൻ വാങ്ങിച്ച സംഭവമാണ്. ഇത് എസ്പെഷ്യലി എന്താ വെച്ചാൽ പോളിജെൽ കിറ്റ് ആണ്. ലൈക്ക് പോളിജെൽ എന്താ വെച്ചാൽ ഒരു നെയിൽ ടൈപ്പ് ഓഫ് എക്സ്റ്റൻഷൻ ആണ്. ജെൽ ഇപ്പോൾ ആക്രിലിക് എന്നൊക്കെ പറയുമ്പോഴത്തെ ഒരു എക്സ്റ്റൻഷനാണ് ഈ പോളിജെൽ. അപ്പം ഇതിൻ്റെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു ട്രൈ ദിസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഈ നെയിൽസിലൊക്കെ പണി ചെയ്യാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് നല്ല ഡിസ്കൗണ്ടിലും കൂടെ കണ്ടുകൊണ്ടാണ് കേട്ടോ വാങ്ങിച്ചത്. ആദ്യം തന്നെ ഇതിൽ ഒരു നെയിൽ ഫോംസ് ഉണ്ട്. ലൈക്ക് നമ്മുടെ സൈസ് അനുസരിച്ച് നമ്മളിതൊന്ന് ചൂസ് ചെയ്തെടുക്കണം. അതുണ്ട്. പിന്നെ എങ്ങനെ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ കാർഡുണ്ട്. അതായിരുന്നു ഫസ്റ്റ് കാണിക്കേണ്ടത്. ആൻഡ് ദെൻ നമ്മുടെ ജെല്ലുണ്ട്, പോളിജെൽ. അടുത്ത് ഒരു ക്ലിപ്പുണ്ട്. നമ്മളതിങ്ങനെ വെക്കണം ചെയ്യുമ്പോൾ. സോ ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. പുറത്ത് നല്ല ബഹളമുണ്ട്, സോറി ഫോർ ദാറ്റ്. ആൻഡ് ഒരു ഫൈലർ. സോറി ഫോർ ദാറ്റ് ദ ഇൻട്രപ്റ്റ് ഹാപ്പനിങ് അറൗണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരു സ്ഥലത്ത് പോയി വന്നിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ബഹളമാണ്. അത് മാത്രമല്ല ഞങ്ങളുടെ എല്ലാ അപ്പാർട്ട്മെൻറ്റിലും ആളായി. സോ അതിൻ്റെയൊക്കെ നോയ്സ് ഇനി അങ്ങോട്ടുള്ള വീഡിയോ കാണാം. മറ്റേത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഒറ്റയ്ക്കായിരുന്നു. സോ ഇതിപ്പോൾ കുറേ പേരുണ്ട്. അതുകൊണ്ട് നല്ല, പ്രത്യേകിച്ച് ഇത് 5 പിള്ളേരുണ്ട്. എല്ലാം ചെറിയ ചെറിയ പിള്ളേരാണ്. സോ സോറി ഫോർ ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഫൈലർ. നമ്മുടെ നെയിൽ ഷേപ്പ് ചെയ്യാനും ആ പോളിജെൽ ഷേപ്പ് ചെയ്യാനുള്ള ഫൈലറുണ്ട്. ആൻഡ് അടുത്ത് ഈ ഒരു നെയിൽ ഷേപ്പ് ചെയ്യുന്നൊരു സാധനം. അതായത് ഇതിൻ്റെ ഒരു സൈഡിൽ ബ്രഷ് ഉണ്ട്. എന്തെങ്കിലും ഒരു സൈഡിൽ ബ്രഷ് ആൻഡ് ഒരു സൈഡിൽ നമ്മുടെ സ്പാച്ചുല ഉണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു മെഷീൻ, നെയിൽ നമുക്ക് ഉണക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷീനുണ്ട്. നമുക്ക് സ്ലിപ്പ് സൊല്യൂഷൻ വേണം. അത് ഈ കോംബോയിലില്ല, സെപ്പറേറ്റ് മേടിക്കണം. അതൊന്നും വന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഞാൻ ചെയ്യാം. ഈ ഒരു UV ലാമ്പുണ്ട് ഇത് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഞാനതുകൊണ്ട് ഇത് വലിച്ച് പൊട്ടിച്ചെല്ലാം തുറന്ന് ഒക്കെ എടുത്ത് എനിക്കിത് എങ്ങനെയെന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്നെ കുറേ നാൾ ഇങ്ങനെ ഞാൻ അമ്മേനോട് പണ്ട് എനിക്ക് ഈ നെയിൽസിൻ്റെ പ്രാന്ത് തുടങ്ങുന്നത് ഒരു 9-ലൊക്കെ പഠിക്കുമ്പോഴാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ നെയിൽസിൽ ഇങ്ങനെ നെയിലായിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ പറയുമ്പോൾ. അപ്പോഴേ ഞാൻ വാങ്ങിക്കണം. അന്ന് ഇവിടെ ഇത്രയും ഫെമിലിയർ അല്ലായിരുന്നു ഇത്. പുറത്തുള്ളവരൊക്കെയാണ് ഈ പോളിജെല്ലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഫൈനലി ഞാൻ വാങ്ങിച്ചു. അടുത്ത് ഇനി ആമസോൺ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് അകത്ത് എന്താണെന്ന് ഞാൻ നോക്കിയില്ലായിരുന്നു. ഇത് അക്വാ കളേഴ്സിൻ്റെ ഒരു കോണ്ടാക്ട് ലെൻസാണ്. സ്പൈസി ഗ്രേ റീസ്റ്റോക്ക് ആണ്. കാരണം ഞാൻ പറഞ്ഞ ഷൂട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. മെജോറിറ്റി ഓഫ് എൻ്റെ ഷൂട്ട്സിനും ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. സോ തുറക്ക് 10 എണ്ണം കാണും. 1 ഡേ ലെൻസാണ്. 24 hours യൂസ് ചെയ്യുക, കളയുക. ഓക്കെ, ഇതാണ് കണ്ടു. നല്ലതാണ്. ഇതും നല്ലതാണ്, ഫ്രഷ് ലുക്കിൻ്റെ നല്ലതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫ്രഷ് ലുക്കാണ്. പക്ഷേ ഫ്രഷ് ലുക്ക് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയതിനെക്കാട്ടിലും. അപ്പോൾ ഞാൻ പിന്നെ ഇത് വാങ്ങിച്ചു. ഓക്കെ, അടുത്തിനി മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. മിന്ത്രയിൽ നിന്ന് ഇനിയും കുറച്ചുകൂടെ മേക്കപ്പ് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്ത് വരാനുണ്ട്. അതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് ആകപ്പാട് മിന്ത്രയിൽ നിന്ന് വന്നത് ഈ ഒരു മസ്കാരയാണ്. കാരണം ഈ സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഒരു 4 ദിവസം എന്തോ ആയതുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഞാൻ അതിൽ കാണിക്കുന്നത്. കാരണം വേറെ നമുക്ക് കോണ്ടന്റ് ഇല്ല ഷൂട്ട് ചെയ്യാൻ. പിന്നെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ലൈക്ക് എനിക്ക് അതിനുള്ള ഒരു സാവകാശം ടൈമൊന്നുമില്ല. അതാണ്, സോറി ഫോർ ദാറ്റ്. എനിവേ, സോ ഈ ഒരു മസ്കാര നമ്മളൊരു മസ്കാര 6 to 8 months മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് പുതിയ ഒരെണ്ണം വാങ്ങിച്ചു.
ലൈക്ക് ഇതിനൊരു ബിലോ 300 ഉണ്ടാവുള്ളേ. അതിൻ്റെ പാക്കിങ് നോക്കും. എനിക്കത് പേനയൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കിട്ടില്ലേ, അതേപോലെ ഉണ്ട് കാണാം. ഇനി നൈക്കയുടെ ഐറ്റംസ് ആണ് ഇതിനകത്ത് മെജോറിറ്റിയും, പക്ഷേ കുറച്ച് വേറെ ആപ്പിൽ നിന്ന് വാങ്ങിച്ചതുമാണ്. സോ എനിക്ക് ഓർമ്മയില്ല, ഞാൻ കുറേയൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടുക ചെയ്തേ പൊട്ടിച്ചിട്ട്. അതിൻ്റെ ആമസോൺ വാങ്ങിച്ചതാണ്. ഇതൊരു ലാഷാണ്. അതായത് ഈ കുഞ്ഞു കണ്ണുള്ളവർക്കൊക്കെ ഇത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം നമുക്ക് ചിലർക്ക് മിഡിലിൽ ലാഷ് ഉണ്ടാവും, ചിലർക്ക് ഈ അറ്റത്ത് ഉണ്ടാവും ലാഷ് ഉണ്ടാവില്ല, ചിലർക്ക് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എവിടെയാണോ ലാഷ് മുടി കുറവ് അവിടെ മാത്രം വെച്ചാൽ മതി. ഇത് പലതും പല സൈസാണ്. ആൻഡ് ഇതിനൂടെ ഗ്ലൂ ഉണ്ട് കേട്ടോ. അതിൻ്റെ കണ്ടോ 15 mm, 9 mm, 11 mm എന്നൊക്കെ പറഞ്ഞ് പല സൈസിന് ഉള്ള ലാഷസ് ഉണ്ട്. ഫോക്കസ് ആവും. പല സൈസിനുള്ള ലാഷസ് ഉണ്ട്. സോ എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ വെച്ചാൽ മതി. കുറച്ചുകൂടെ നാച്ചുറൽ ലുക്ക് ഉണ്ടാവും മറ്റേ ലാഷസ് കമ്പയർ ചെയ്യുമ്പോൾ. കൊള്ളാം. സോ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊരു റീല് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. സോ ഇതിൻ്റെ കൂടെ നമുക്കൊരു ലാഷ് ഗ്ലൂവും തരുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ്. അടുത്ത് ഇതൊരു ബ്രഷാണ്. സ്വിസ് ബ്യൂട്ടിയുടേതാണ്. ഇതെന്താ വെച്ചാൽ എൻ്റെ സ്പൂളി ഒടിഞ്ഞുപോയി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിച്ചതാണ്. ഇതാകുമ്പോൾ നമുക്ക് ഈ സൈഡിൽ നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യാനുള്ള ബ്രഷും ഉണ്ട്. സെയിം ടൈം വി ഹാവ് സ്പൂളി. നല്ല ക്വാളിറ്റിയാണ് സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷസിനൊക്കെ. അടുത്തതൊരു മൾട്ടി വൈറ്റമിൻ ഗമ്മീസ് ആണ്. പൂർണ്ണ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ. അമ്മ ബി ബോഡി വൈസിൻ്റെ നേരത്തെ യൂസ് ചെയ്തിട്ട് അമ്മയ്ക്ക് നല്ല റിസൾട്ട് ഉണ്ട്. സോ ഇത് വേറൊരു ബ്രാൻഡ് കണ്ടപ്പോൾ ജസ്റ്റ് നല്ല റിവ്യൂ ഉണ്ടായിരുന്നു, വാങ്ങിച്ചതാണ്. കൊള്ളാമെങ്കിൽ ഞാനും ഒരെണ്ണം വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സോ മൾട്ടി വൈറ്റമിൻ ആണ്. ദെൻ ഇത് റീക്വലിൻ്റെ ഒരു എന്തത് നൈറ്റ് ക്രീമാണ്, റെറ്റിനോൾ. ഇത് അമ്മയ്ക്ക് വാങ്ങിച്ചതാണ്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളത്. ഇതൊന്നും ഞാൻ പൊട്ടിച്ചില്ല, ജസ്റ്റ് ഈ ഒരു പാക്കേജിങ് മാത്രം ഓപ്പൺ ചെയ്തില്ല. അതിനകത്തുള്ള ബബിൾ റാപ്പും കാര്യങ്ങളും മാത്രം കളഞ്ഞതേ ഉള്ളൂ. ഇത് പൊട്ടിച്ചെടുക്കാം. ഇത് ഞാൻ അമ്മയ്ക്കും അതുകൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തില്ല. അമ്മയ്ക്ക് കുറേ സ്കിൻ കെയർ ഒക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു, അല്ലാതെ കുറച്ച് അമ്മയുടെ സ്കിൻ കെയർ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. സോ ഇതിനകത്ത് നല്ല രസമുണ്ട്. കളർ കുഞ്ഞി ക്രീമാണ്. അതിൻ്റെ അത്യാവശ്യം ഈ ചെറിയ ക്രീമിന് നല്ല വിലയുണ്ട്. സോ യൂസ് ചെയ്തിട്ട് കൊള്ളാമെങ്കിൽ വലുത് മേടിക്കാമല്ലോ അത്. ആൻഡ് ഈ ഒരു സെയിം ടോണർ നിങ്ങൾ എൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അമ്മയ്ക്കും ഒരു ടോണർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് തന്നെ വാങ്ങിച്ചു. ബിക്കോസ് ഇത് അത്യാവശ്യം അഫോർഡബിളുമാണ്, നല്ല ടോണറുമാണ്. സെയിം. അത് ഞാൻ പണ്ട് കുറേ ഉപയോഗിച്ചൊരു ബ്രാൻഡാണ് ഈ ആരോമ മാജിക്. അങ്ങനെ ജസ്റ്റ് നൈക്കയിൽ നോക്കിയപ്പോൾ അവരുടെ ബ്രാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അണ്ടർ ഐ ക്രീം വാങ്ങിച്ചു. ബിക്കോസ് ഉറക്കമൊന്നും ഇപ്പോൾ ഇല്ല. ഞാൻ കഷ്ടിച്ച ഒരു ദിവസം 7 മണിക്കൂറൊക്കെയാണ് ഉറങ്ങുന്നത്. കുറേ വർക്ക്, അതേപോലെ കുറേ പഠിക്കാൻ നല്ല മര്യാദയ്ക്ക് സമയം കിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡാർക്ക് സർക്കിൾസ് ചെറുതായിട്ട് വന്നു തുടങ്ങി. അപ്പം ഒരു അണ്ടർ ഐ ക്രീം വാങ്ങിച്ചു. ഓ ഇത് നല്ല വലുതാ, അതിന് ടു അഫോർഡബിൾ ടു, നല്ല വലിയ ട്യൂബാണ്. ഓക്കെ. ദെൻ ഗാർണിയറിൻ്റെ ഒരു വിറ്റാമിൻ സി സിറം വാങ്ങിച്ചു. ഇത് 2 എണ്ണം ഉണ്ടായിരുന്നേ. ഫോക്കസ് ആയോ? ഇത് 2 എണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു ഓൾറെഡി. 2 എണ്ണം വാങ്ങിച്ചപ്പോൾ എന്തോ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ആൻഡ് അമ്മ ഓൾസോ വാണ്ടഡ് വിറ്റാമിൻ സി സിറം. സോ ഇതും വലിയ ബോട്ടിലാണേ. കാരണം ഞാൻ വലിയ ബോട്ടിൽ എന്താണെന്ന് പറയുന്നത്, ഞങ്ങൾ നേരത്തെ യൂസ് ചെയ്ത പ്ലമ്മ, അത് നല്ല എക്സ്പെൻസീവാണ്. അതിൻ്റെ ഹാഫ് കൊടുത്തിട്ടൊന്നാണ് ഞാൻ ഇത് മേടിച്ചത് തോന്നുന്നത്. അത് ഇത്രയേ ഉണ്ടാവുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല വലുതും നല്ല ക്വാണ്ടിറ്റിയും ഉള്ള ബോട്ടിലാണ്. പ്രൊഡക്റ്റിന് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, നോക്കാം. പിന്നെ എൻ്റെ മുടി ഇപ്പം നല്ല ഹെയർ ഫാൾ ഉണ്ട്. എനിക്ക് ഡാൻഡ്രഫ് കൊണ്ടാണ് ഒരു മെയിൻ റീസൺ. ഞാൻ ബ്ലീച്ച് ചെയ്തിട്ടുണ്ട് ഹെയർ. പറ്റുമെങ്കിൽ ഇവിടെ ഫോട്ടോ എടുക്കാം. സോ അപ്പോൾ പോലും എനിക്ക് ഇത്രയും ഹെയർ ഫോൾ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം എനിക്ക് ഹെയർ ഫോൾ വന്നപ്പോൾ. അതുകൊണ്ട് ഞാൻ ഈ ഒരു വിഷ് കെയറിൻ്റെ ഈ ഒരു ഹെയർ ഗ്രോത്ത് സിറം മേടിച്ചു. ഇത് ആക്ച്വലി നല്ല എക്സ്പെൻസീവാണ്, നല്ല പ്രൈസുണ്ട്. ബട്ട് വർത്ത് എന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കുറേ നല്ല റിവ്യൂസ് യൂട്യൂബിൽ കണ്ടു. ഓൾസോ ഞാൻ നൈക്കിയിൽ ഇത് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അതിൻ്റെ താഴെ നോക്കിയപ്പോൾ നിറച്ച് ഒരുപാട് പേര് ബിഫോർ ആൻഡ് ആഫ്റ്റർ വരെ ഇട്ടേക്കുന്നു. പക്ഷേ എന്താ പറയുക, ഈ ബോട്ടിൽ ഈ 2 സാധനങ്ങളൊക്കെ ഭയങ്കര അഫോർഡബിളാണ്. ലൈക്ക് അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കര ക്വാണ്ടിറ്റി എന്നാണ് പറയുന്നത്. ഈ സാധനത്തിൻ്റെ വില അടുപ്പിച്ച് 1000 അടുപ്പിച്ചുണ്ട്. എന്നിട്ട് സാധനത്തെ ഇത്രയേ ഉള്ളൂ. അതാണ് സങ്കടം. വിഷ് കെയറിൻ്റെ ഈ ഒരു വിഷ് കെയറിൻ്റെ പ്രൊഡക്റ്റ്സ് എല്ലാം പക്ഷേ അടിപൊളിയാണ്. ഞാൻ എന്തൊക്കെ അവരുടെ പ്രൊഡക്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടോ എല്ലാം സൂപ്പറാണ്.
അപ്പോൾ അതുണ്ട്. ദ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഇൻ ദിസ് ഹോൾ ഈ ഒരു ബി ബോഡി പൊട്ടിക്കുന്ന കാണിച്ചില്ല, ബി ബോഡി വൈസിൻ്റെ AHA BHA അണ്ടർ ആം റോൾ ഓൺ. ഞാൻ കെമിസ്റ്റ് പ്ലേയുടെ പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ ഹോളിൽ കാണിച്ചിട്ടുണ്ട്. ആ സാധനം അടിപൊളിയാണ് അണ്ടർ ആംസിൽ. അത് യൂസ് ചെയ്ത പിന്നെ പിഗ്മെൻറ്റേഷൻ കുറവുണ്ട്, എനിക്ക് അണ്ടർ ആംസിൽ പിമ്പിൾസ് വരുമായിരുന്നു, അത് കുറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഇപ്പോൾ ഈ ബി ബോഡി വൈസിനും കുറേ പേര് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടെ ട്രൈ ചെയ്യാം, എന്നിട്ട് ഏതാണ് ഏറ്റവും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണിത്. ആൻഡ് കെമിസ്റ്റ് പ്ലേയുടെ ബോഡി വാഷിൻ്റെ റിവ്യൂവും കുറേ പേര് ചോദിച്ചോട്ടോ, അത് ഞാൻ തരാം. പക്ഷെ അത് ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നല്ലോണം എനിക്കവർ പ്രൊമോഷൻ ആയിട്ടൊന്നും അയച്ചു തരുന്നില്ല, ഞാൻ പൈസ കൊടുത്ത് മേടിച്ച് റിവ്യൂ പറയുന്നതാണ്. സോ ഇപ്പോൾ എന്തായാലും പറയുമ്പോൾ നല്ല ഇത് പറയണ്ടേ. പിന്നെ എനിക്ക് വീഡിയോസിലൊക്കെ അത് കാണിച്ചപ്പോൾ ലൈക്ക് ഒരു വാഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല ടാനങ്ങ് പോകും, അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം റിസൾട്ട് ഉണ്ട്, പക്ഷേ അത് നമ്മൾ കൺസിസ്റ്റൻ്റ്ലി ഒരു 3-4 ബോട്ടിൽ യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. സോ ഇതാണ് ബി ബോഡി വൈസിൻ്റെ ഫോക്കസ്, ബി ബോഡി വൈസിൻ്റെ അണ്ടർ ആം റോൾ ഓൺ. സോ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്, എല്ലാം കഴിഞ്ഞു. സോ ഒരു ചെറിയ ഹോളാണ്, ഇനി വലിയ ഹോള് അടുത്ത പ്രൊഡക്ട്സ് വരുമ്പോൾ ഞാൻ ചെയ്യാം. So hope you like my video. Please don't forget to like, share and subscribe to my channel. Ta-ta.